സംസ്ഥാനത്ത് അനീമിയ പൂർണ്ണമായും തുടച്ചുനീക്കുക എന്ന ലക്ഷ്യവുമായി ആരോഗ്യവകുപ്പ് നടപ്പിലാക്കുന്ന വിപുലമായ പ്രചാരണ പരിപാടി വിവാ കേരളം. ചിക്കുൻഗുനിയ രോഗത്തിന് കാരണമാകുന്ന രോഗാണു ആൽഫ വൈറസ്. തേബാഗ സമരം ഏതു സംസ്ഥാനവുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭമാണ്? ബംഗാൾ. ദി ലാസ്റ്റ് ജഡ്ജ്മെന്റ് എന്ന കലാസൃഷ്ടി ആരുടേതാണ്? മൈക്കൽ ഏഞ്ചലോ. ഭക്ഷ്യവസ്തുക്കൾ ദീർഘകാലം കേടുവരാതെ സൂക്ഷിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തു താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? സോഡിയം ബെൻസോയേറ്റ്. സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് O പോസിറ്റീവ്. കേരള സർക്കാർ ജീവനക്കാർക്കും പെൻഷനുകാർക്കും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്. ജീവകം സിയുടെ അപര്യാപ്തത രോഗം സ്കർവി. ഇൻസുലിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗം പ്രമേഹം. 18 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന കേരള ഗവൺമെന്റ് പദ്ധതി താലോലം. ജീവകം എ അടങ്ങിയ ആഹാരപദാർത്ഥം ചീര. ലോക ടൂറിസം ഭൂപടത്തിൽ ഇടം നേടിയ കേരളത്തിലെ പ്രാചീന തുറമുഖം മുസിരീസ്. ഇന്ത്യയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന വനവിഭാഗം ഉഷ്ണമേഖല ഇലപൊഴിയും വനങ്ങൾ. ബംഗാളിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ദാമോദർ. നട്ടെല്ലിലെ അറ്റ്ലസ്, ആക്സിസ് എന്നീ കശേരുക്കൾക്ക് ഇടയിലായി കാണപ്പെടുന്ന സന്ധി കീലസന്ധി. പ്രായമായവരിൽ ഈസ്ട്രജൻ ഹോർമോൺ കുറയുന്നത് മൂലം ഉണ്ടാകുന്ന അസ്ഥിരോഗം ഓസ്റ്റിയോപെറോസിസ്. ഇന്ത്യ ഗാന്ധിജിക്ക് ശേഷം ഇന്ത്യ ആഫ്റ്റർ ഗാന്ധി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് രാമചന്ദ്ര ഗുഹ. സൈലന്റ് വാലി, ബന്ദിപ്പൂർ, മുതുമലൈ എന്നീ ദേശീയോദ്യാനങ്ങൾ ഉൾപ്പെടുന്ന ജൈവമണ്ഡലം ഏത്? നീലഗിരി. കോവിഡ്-19 എതിരെ ഉപയോഗിക്കുന്ന വാക്സിൻ കോവാക്സിൻ. എംഫിസിമ ബാധിക്കുന്ന അവയവം ശ്വാസകോശം. ശരീരനിർമ്മിതിക്കാവശ്യമായ ആഹാരഘടകം പ്രോട്ടീൻ. ഓസോൺ സ്ഥിതി ചെയ്യുന്ന അന്തരീക്ഷപാളി ഏത്? സ്ട്രാറ്റോസ്ഫിയർ. അന്തരീക്ഷമർദ്ദം അളക്കുന്നതിന് ഉപയോഗിക്കുന്ന ഉപകരണമേത്? മെർക്കുറി ബാരോമീറ്റർ. താഴെ തന്നിരിക്കുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? ഇന്ത്യൻ ഭരണഘടന ഭാഗികമായി അയവുള്ളതും ഭാഗികമായി ദൃഢവുമാണ്. താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ ജോഡി. ഓപ്ഷൻ സി 3 മാത്രം. ശരിയായവ ആങ് സാൻ സുകി, ഭയത്തിൽ നിന്നുള്ള മോചനം, നെൽസൺ മണ്ടേല, സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, സൽമാൻ റുഷ്ദി, സാത്താന്റെ വചനങ്ങൾ. ജുമിങ് കൃഷിരീതി ചെയ്തുവരുന്ന മോൻപ, മിഷ്മി, നാഗ ഗിരിവർഗ വിഭാഗം കണ്ടുവരുന്ന ഹിമാലയൻ ഭാഗം ഏത്? അരുണാചൽ ഹിമാലയം. ചേരുംപടി ചേർക്കുക. യൂണിവേഴ്സൽ ഫൈബർ പരുത്തി, സൈദ് പഴം, റാബി ഗോതമ്പ്, ഒറൈസ സറ്റേവ നെല്ല്. സോഡ കുപ്പി തുറക്കുമ്പോൾ വാതക കുമിളകൾ ഉയർന്നു വരുന്നു. ജലത്തിൽ ലയിച്ചു ചേർന്ന ഏതു വാതകമാണ് കുമിളകളായി പുറത്തു വരുന്നത്? കാർബൺ ഡയോക്സൈഡ്. ദ്രുതഗതിയിലുള്ള ദോലനങ്ങളെ പറയുന്ന പേര് കമ്പനം. ഗാട്ട് എന്ന സംഘടനയുടെ പിൻഗാമിയായി 1995 നിലവിൽ വന്ന സംഘടന ഏത്? ലോക വ്യാപാര സംഘടന. ഹരിത വിപ്ലവത്തിന്റെ നേട്ടങ്ങളിൽ ഉൾപ്പെടാത്തത് ഗോതമ്പ് വിപ്ലവം എന്നറിയപ്പെട്ടു. നേട്ടങ്ങൾ: ഭക്ഷ്യധാന്യങ്ങളുടെ വില കുറഞ്ഞു, കമ്പോള മിച്ചം വർദ്ധിച്ചു, ഭക്ഷ്യധാന്യങ്ങളുടെ കാര്യത്തിൽ സ്വയം പര്യാപ്തത കൈവരിച്ചു. കേരള വനിതാ കമ്മീഷനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ. 1996 A.K. ആന്റണി മുഖ്യമന്ത്രിയായിരുന്നപ്പോൾ ആദ്യത്തെ കമ്മീഷൻ രൂപീകരിച്ചു. ആദ്യത്തെ അധ്യക്ഷ സുഗതകുമാരി ആയിരുന്നു. ഇപ്പോഴത്തെ അധ്യക്ഷ പി സതീദേവിയാണ്. ജസ്റ്റിസ് ഡി ശ്രീദേവി കേരള വനിതാ കമ്മീഷന്റെ അധ്യക്ഷ സ്ഥാനം 2 തവണ വഹിച്ചിട്ടുണ്ട്. എല്ലാ പ്രസ്താവനയും ശരിയാണ്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്നും ഇന്ത്യൻ ഭരണഘടനയിലെ ശരിയായ വകുപ്പ് തിരഞ്ഞെടുക്കുക. വകുപ്പ് 312 രാജ്യസഭയുടെ പ്രത്യേക അധികാരം. ഭരണഘടനാ ഭേദഗതി 368 ആണ്. സ്വത്തവകാശം നിയമപരമായ അവകാശമായത് 300A പ്രകാരമാണ്. പാർലമെന്റിന്റെ സംയുക്ത സമ്മേളനം വകുപ്പ് 108 ആണ്. 312 അഖിലേന്ത്യാ സർവീസ് ആണ്. 312 അഖിലേന്ത്യാ സർവീസ് രൂപീകരിക്കുന്നതിൽ രാജ്യസഭയുടെ പ്രത്യേക അധികാരത്തെക്കുറിച്ചാണ് പറയുന്നത്. താഴെ തന്നിരിക്കുന്നവയിൽ നിന്ന് തെറ്റായ ജോഡി കണ്ടെത്തുക. ഓപ്ഷൻ എ ആണ് ആൻസർ. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. കേരള സംസ്ഥാന സാമൂഹ്യനീതി വകുപ്പ് നിലവിൽ വന്നത് 1975 സെപ്റ്റംബർ 9 ആശാഭവൻ മാനസികാരോഗ്യം ഭേദമായവരുടെ പുനരധിവാസമാണ് ലക്ഷ്യം. മഴവില്ല് ട്രാൻസ്ജെൻഡർ സമൂഹത്തിന് വേണ്ടിയുള്ള സമഗ്ര പദ്ധതി. പരിരക്ഷാ പദ്ധതി ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായുള്ള പദ്ധതി. ആത്മനിർഭർ ഭാരത് അഭിയാൻ പദ്ധതി താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഓപ്ഷൻ ഡി ആണ്.
ശരിയായവ 2020 മെയ് 12 പ്രഖ്യാപിച്ചു. ഇന്ത്യയുടെ GDPയുടെ 10% വരുന്ന പദ്ധതിയാണ്. കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിലാണ് ഈ പദ്ധതി ആരംഭിച്ചത്. പ്രകാശം അതിന്റെ ഘടകവർണ്ണങ്ങളായി മാറുന്ന പ്രതിഭാസം പ്രകീർണനം. അന്തരീക്ഷ മർദ്ദം അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് ബാരോമീറ്റർ. ആദ്യമായി ബാരോമീറ്റർ നിർമ്മിച്ച് അന്തരീക്ഷമർദ്ദം അളന്ന ശാസ്ത്രജ്ഞൻ ടോറിസെല്ലി. കേരള കാർഷിക സർവകലാശാല വികസിപ്പിച്ചെടുത്ത കേരളത്തിന്റെ സാഹചര്യത്തിൽ നന്നായി വളരുന്ന വിത്തിനമാണ് പ്രിയങ്ക. ഇത് ഏത് വിളയുടെ വിത്തിനമാണ്? പാവൽ. വരയാടുകൾ സംരക്ഷിച്ചിട്ടുള്ള ദേശീയോദ്യാനം ഇരവികുളം. ഒരു ഭക്ഷ്യ ശൃംഖലയിലെ അവസാന കണ്ണി മാംസഭോജിയാണെങ്കിൽ ആദ്യ കണ്ണി ഏത്? ഹരിതസസ്യങ്ങൾ. വയോജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനായി രാജ്യത്താദ്യമായി രൂപീകരിച്ച കേരള സംസ്ഥാന വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ്? കെ സോമപ്രസാദ്. പേശികളുടെ പ്രവർത്തനത്തെ ഏകോപിപ്പിക്കുകയും ശരീരത്തിന്റെ തുലനാവസ്ഥ നിലനിർത്തുകയും ചെയ്യുന്ന മസ്തിഷ്ക ഭാഗം സെറിബെല്ലം. ഹെപ്പറ്റൈറ്റിസ് ബി പ്രധാനമായും ബാധിക്കുന്ന ശരീരത്തിലെ അവയവം ഏതാണ്? കരൾ. കേരള സർക്കാർ നടപ്പിലാക്കിയ ആർദ്രം മിഷന്റെ പ്രധാന ലക്ഷ്യം എന്താണ്? പൊതുജനാരോഗ്യ കേന്ദ്രങ്ങളെ ജനസൗഹൃദപരമാക്കുക. കേരള സംസ്ഥാന വികലാംഗ ക്ഷേമ കോർപ്പറേഷനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. 1979 സ്ഥാപിതമായി കേരള ഗവൺമെന്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന പൊതുമേഖലാ സ്ഥാപനം. ആസ്ഥാനം തിരുവനന്തപുരം ജില്ലയിലെ പൂജപ്പുര. ജേഡാളി MV ചെയർമാൻ. എല്ലാ പ്രസ്താവനകളും ശരിയാണ്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യ പൊതു തെരഞ്ഞെടുപ്പിൽ ആദ്യ വോട്ട് രേഖപ്പെടുത്തുകയും കഴിഞ്ഞ ഹിമാചൽ പ്രദേശ് തിരഞ്ഞെടുപ്പിൽ തന്റെ 37ാമത് വോട്ട് രേഖപ്പെടുത്തുകയും ചെയ്ത വ്യക്തി ശ്യാം ശരൺ നേഹി. മനുഷ്യരിൽ ആഹാര വസ്തുക്കൾ കടിച്ചു കീറാൻ സഹായിക്കുന്ന പല്ലുകൾ ഏതാണ്? കോമ്പല്ല്. ഇന്ത്യൻ രാഷ്ട്രപതിയുടെ വിവേചന അധികാരത്തിൽ പെടാത്തത്. ലോകസഭയിൽ ഒരു പാർട്ടിക്ക് വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടെങ്കിലും രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയാക്കാം. അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള രാഷ്ട്രപതിയുടെ അധികാരം. വിവേചന അധികാരത്തിൽ പെടുന്നവ. ഒരു പാർട്ടിക്കും വ്യക്തമായ ഭൂരിപക്ഷം ലഭിച്ചില്ലെങ്കിൽ രാഷ്ട്രപതിക്ക് ഇഷ്ടമുള്ള വ്യക്തിയെ പ്രധാനമന്ത്രിയായി നിയമിക്കാം. മന്ത്രിസഭയുടെ തീരുമാനം പുനഃപരിശോധനയ്ക്കായി രാഷ്ട്രപതിക്ക് തിരിച്ചയക്കാം. ചേരുംപടി ചേർക്കുക. GST ബിൽ നിലവിൽ വന്നത് 2017 ജൂലൈ 1. ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചു 1950 മാർച്ച് 15. ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം 2005 ഓഗസ്റ്റ് 23. ഒന്നാം പഞ്ചവത്സര പദ്ധതി ആരംഭിച്ചത് 1951 ഏപ്രിൽ 1. ആധുനിക ഇന്ത്യയിലെ സാമൂഹ്യ പുനരുദ്ധാരണത്തിനു വേണ്ടി സ്വാമി ദയാനന്ദ സരസ്വതി സ്ഥാപിച്ച പ്രസ്ഥാനം ആര്യസമാജം. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന്റെ മഹാക്ഷേത്രങ്ങൾ എന്ന് വിശേഷിപ്പിച്ച വ്യക്തി ജവഹർലാൽ നെഹ്റു. താഴെ പറയുന്നവയിൽ ഒരു ജീവിതശൈലീ രോഗം അല്ലാത്തത്? മലേറിയ. വിറ്റമിൻ B1ന്റെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗം? ബെറിബെറി. 2030 കാർബൺ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി ഇന്ത്യ പ്രഖ്യാപിച്ച പദ്ധതി? നാഷണലി ഡിറ്റർമിൻഡ് കോൺട്രിബ്യൂഷൻ. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A-യിൽ പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കർത്തവ്യങ്ങളിൽ ഉൾപ്പെടാത്തത്? വ്യക്തികൾ നികുതി അടയ്ക്കുക. മൗലിക കർത്തവ്യങ്ങളിൽ പെടുന്നവ. സ്ത്രീകളുടെയും കുട്ടികളുടെയും അന്തസ്സിനും ആഭിജാത്യത്തിനും കളങ്കം വരുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഇടപെടാതിരിക്കുക. നമ്മുടെ പ്രകൃതിയെ സംരക്ഷിക്കുക. രക്ഷകർത്താക്കൾ കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുക. ഇന്ത്യയുടെ ധരാതലീയ ഭൂപടങ്ങൾ നിർമ്മിക്കുന്ന ഔദ്യോഗിക ഏജൻസി? സർവേ ഓഫ് ഇന്ത്യ. ദേശീയ സരസ് മേളയ്ക്ക് കേരളത്തിൽ ആതിഥേയത്വം വഹിക്കുന്ന ജില്ല? കോട്ടയം. ഒരു മൂലകത്തിലെ ആറ്റോമിക ഭാരം പൂർണ്ണസംഖ്യ ആകണമെന്നില്ല. കാരണം മൂലകങ്ങൾക്ക് ഐസോടോപ്പുകളുണ്ട്. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ റിപ്പോർട്ട് പ്രകാരം ഗുണനിലവാരമില്ലാത്ത ഓറൽ കഫ് സിറപ്പിൽ അടങ്ങിയ വിഷകരമായ സംയുക്തം ഡൈ എഥിലിൻ ഗ്ലൈക്കോൾ. മലയാളത്തിലെ തനത് നാടകവേദിക്ക് തനതായ സംഭാവന നൽകിയ കലാകാരൻ? കാവാലം നാരായണ പണിക്കർ. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളന വേദിയായ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാള് സ്ഥിതി ചെയ്യുന്നതെവിടെ? ഡൽഹി. ഇന്ത്യൻ ഭരണഘടന നിർമ്മാണ സഭയിൽ അംഗമായിരുന്ന മലയാളി വനിത? ദാക്ഷായണി വേലായുധൻ. ഇന്ത്യൻ ജനതയുടെ മാഗ്ന കാർട്ട എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനയുടെ ഭാഗം? മൗലിക അവകാശങ്ങൾ. ഇന്ത്യയിൽ ഒളിമ്പിക്സ് അസോസിയേഷൻ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മലയാളി? PT ഉഷ. സുന്ദരവനം എന്ന പേര് ലഭിക്കാൻ കാരണമായ കണ്ടൽ ചെടി? സുന്ദരി കണ്ടൽ. കറുത്ത മണ്ണ് കാണപ്പെടുന്ന ജില്ല? പാലക്കാട്. യൂണിയൻ ലിസ്റ്റിൽ മാത്രം ഉൾപ്പെടുന്ന വിഭാഗം? റെയിൽവേ. വിവരാവകാശത്തിന്റെ കരട് രൂപം തയ്യാറാക്കിയ വ്യക്തി? PB സാവന്ത്. ഇന്ത്യയിലെ ആദ്യത്തെയും ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയതുമായ സൈക്കിൾ ഹൈവേ താഴെ പറയുന്ന ഏത് സംസ്ഥാനത്തിലാണ് തുറന്നുകൊടുത്തത്? ഉത്തർപ്രദേശ്. ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ആഴം കൂടിയ ഭാഗം?
വാർട്ടൺ ഗർത്തം. കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ നീളം കുറഞ്ഞ നദി പാമ്പാർ.